നമസ്കാരം. ഞാൻ ഇന്ന് നമ്മുടെ കല്ലടയിലാണ്. അപ്പോൾ നമ്മുടെ കല്ലടയിൽ ഇന്ന് ചിറ്റുമല അമ്പലത്തിലെ ആ ഒരു ഉത്സവമാണ്. അപ്പോൾ നമ്മുടെ ഈ ചിറ്റുമല അമ്പലത്തിലെ ഉത്സവം എന്ന് പറയുന്നത് കല്ലടക്കാരെല്ലാം ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരേപോലെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് നമ്മുടെ ചിറ്റുമല അമ്പലത്തിലെ ഉത്സവം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് ആ ഒരു ചിറ്റുമല അമ്പലത്തിലെ ആ ഒരു ഉത്സവത്തിൻ്റെ ആ ഒരു വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. നമ്മുടെ കൊല്ലം ജില്ലയിലെ കിഴക്കേ കല്ലടയിൽ ചിറ്റുമല കുന്നിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പരാശക്തി ക്ഷേത്രമാണ് നമ്മുടെ ഈ ചിറ്റുമല ശ്രീ ദുർഗാദേവി ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടുത്തെ ആ ഒരു പ്രതിഷ്ഠ വരുന്നതെന്ന് പറയുന്നത് 16 കരകളുടെയും ദേവതയാണ് ഇവിടുത്തെ ആ ഒരു പ്രതിഷ്ഠ വരുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് നമ്മുടെ ഈ ക്ഷേത്ര ഭരണം ഒക്കെ വരുന്നത്. പുരാതനമായ ആ ഒരു കാർഷിക സംസ്കൃതിയും അതുപോലെ തന്നെ പുരാതനമായിട്ടുള്ള ആ ഒരു ദൈവാരാധനയും ഒക്കെ ഇവിടുത്തെ ആ ഒരു പിന്തുടർച്ചയായിട്ട് തുടർന്നു വരുന്ന ഒന്നാണ്. നമ്മുടെ കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായ ഉത്സവങ്ങളൊക്കെ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് നമ്മുടെ ഈ ചിറ്റുമല ശ്രീ ദുർഗാദേവി ക്ഷേത്രം എന്ന് പറയുന്നത്. മീനമാസത്തിലെ പൂരം നാളിൽ നടക്കുന്ന ഈ ക്ഷേത്രത്തിലെ ആ ഒരു ഉത്സവം കാണാൻ വേണ്ടിയിട്ട് ആയിരങ്ങളാണ് ഈ ഒരു ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. നമ്മുടെ നാടിൻ്റെ ആ ഒരു ഐക്യവും സ്നേഹവും സൗന്ദര്യവും ഒക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ് നമ്മുടെ ഈ ചിറ്റുമല ശ്രീ ദുർഗാദേവി ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടുത്തെ ആ ഒരു അന്നപൂർണേശ്വരി ആയിരിക്കുന്ന ഭഗവതിയുടെ ഇഷ്ട വഴിപാടാണ് ആ ഒരു പൊങ്കാല എന്ന് പറയുന്നത്. നമ്മുടെ ക്ഷേത്രോത്സവത്തിൽ നടത്തുന്ന ആ ഒരു പൊങ്കാല എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ഇവിടുത്തെ ആ ഒരു പൊങ്കാല എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു ക്രിസ്ത്യൻ പള്ളി എന്ന് പറയുന്നത് ഈ ഒരു ക്ഷേത്രവുമായിട്ട് ഏകദേശം ഒരു 3-4 കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന ഒരു പള്ളിയാണ് ഈ ഒരു ക്രിസ്ത്യൻ പള്ളി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഭാഗങ്ങളിലൊന്നാണ് നമ്മുടെ ഈ കല്ലട വലിയ പള്ളി എന്ന് പറയുന്ന ഈ ഒരു പള്ളിയിൽ നിന്നും വരുന്ന ഒരു പള്ളി വാതിക്കൽ വണ്ടിക്കുതിരയുണ്ട്. മതസൗഹാർദ്ദത്തിൻ്റെ ഒക്കെ പ്രതീകമായിട്ടുള്ള ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് ആ ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യത്തിൻ്റെ അതുല്യ ഉദാഹരണമാണ് ആ ഒരു പള്ളി വാതിക്കൽ വണ്ടിക്കുതിര എന്ന് പറയുന്നത്. അപ്പം ക്ഷേത്രത്തിലെ ആ ഒരു കെട്ടുകാഴ്ചകൾക്കൊക്കെ തുടക്കം കുറിക്കുന്നത് ഈ ഒരു പള്ളി വാതിക്കൽ വണ്ടിക്കുതിര ഈ ഒരു പള്ളിയിലെ ആ ഒരു വികാരിയുടെയും കമ്മിറ്റിക്കാരുടെയൊക്കെ കയ്യിൽ നിന്ന് ആ ഒരു സംഭാവനകളും അതുപോലെ തന്നെ അവരുടെ ആ ഒരു സ്വീകരണങ്ങളും ഒക്കെ വാങ്ങി പള്ളിയിൽ നിന്നും ആ ഒരു പുറപ്പെടുന്ന ആ ഒരു പള്ളി വാതിക്കൽ വണ്ടിക്കുതിര ചിറ്റുമല ക്ഷേത്രത്തിലെത്തുമ്പോൾ അവിടുത്തെ ആ ഒരു ചിറ്റുമല ഒരു പള്ളിയുണ്ട്. അപ്പോൾ ആ പള്ളിയിലെ വികാരിയും അവിടുത്തെ ആ ഒരു കൈക്കാരുമൊക്കെ ചേർന്നിട്ട് ആ ഒരു പള്ളിക്കുതിരയെ സ്വീകരിച്ച് ആ ഒരു ക്ഷേത്രത്തിൽ എത്തിക്കുകയും ക്ഷേത്ര ഭാരവാഹികളും അവിടുത്തെ പൂജാരിയുമൊക്കെ ചേർന്ന് ആ ഒരു പള്ളിവാതിക്കൽ വണ്ടിക്കുതിരയെ സ്വീകരിച്ച് ആ ഒരു ക്ഷേത്രത്തിൽ ആനയിക്കുന്ന ആ ഒരു കാഴ്ചയും ഒക്കെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ വ്യത്യസ്തമായാലും ആ ഒരു ഹൃദയങ്ങൾ ഒന്നിക്കുന്ന ആ ഒരു നിമിഷം നമ്മെ സാക്ഷ്യപ്പെടുത്തുന്ന ഒന്നാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു നാടിൻ്റെ ആ ഒരു യഥാർത്ഥ സൗന്ദര്യവും ഐക്യവും സ്നേഹവും ഒക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ആ ഒരു ചിറ്റുമല അമ്പലത്തിലെ ആ ഒരു ഉത്സവത്തിൽ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം നമുക്ക് ഈ ഒരു പള്ളി വാതിക്കൽ വണ്ടിക്കുതിര ആ ഒരു ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതും ആ ഒരു ക്ഷേത്രത്തിലെ ആ ഒരു സ്വീകരണവും ഈ ഒരു പള്ളി വാതിക്കൽ വണ്ടിക്കുതിര ആ ഒരു ക്ഷേത്രത്തിൽ വലം വെച്ചതിന് ശേഷം അവിടെ നടക്കുന്ന ആ ഒരു നെടും കുതിരയെടുപ്പെന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയുണ്ട്. അപ്പം അതൊക്കെ നമുക്കൊന്ന് കാണാം. ഈ വർണ്ണപ്പകിട്ടാർന്ന ചടങ്ങിലേക്ക് ഏവരെയും ആദരവോടെ ക്ഷണിക്കുകയാണ്. Thank you.
ഉപദേശക സമിതി ഇതാ ചിറ്റമല ഉത്സവത്തിന്റെ ഒന്നാമമായ രണ്ടാം ദിന വലിയ നെടുങ്കുതിര ഇടപ്രകാശത്തിന് തുടക്കം കുറിക്കുകയാണ്. ചിറ്റമല ശ്രീധരങ്ങളുടെ തിരുസന്നിധിയിലേക്ക് എഴുന്നള്ളി വന്ന പള്ളിവാതിക്കൽ വണ്ടിക്കുതിരയെ യഥോചിതം ആചാരപ്രകാരം മതസൗഹാർദ്ദത്തിന്റെ കാർക്കളം പോലെ ഇതാ സ്വീകരിച്ചാനയിക്കുകയാണ്. സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് ചിറ്റുമല ഇടവക വികാരി ഫാദർ ഗിരീഷ് ഭരണസമിതി അംഗങ്ങളും ഇടവക അംഗങ്ങളും ഒപ്പം ഭരണസമിതി അംഗങ്ങളും ക്ഷേത്ര ഉത്സവ കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് സ്വീകരിച്ച് ചിറ്റുമല ദേവീ ക്ഷേത്ര നടയിലേക്ക് ആനയെ എഴുന്നള്ളിക്കുകയാണ്.
അപ്പോൾ നമ്മുടെ ആ ഒരു ചിറ്റുമല അമ്പലത്തിലെ ആ ഒരു ഉത്സവത്തിൻ്റെ ആ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബായ്.